അവിശ്വസനീയമെന്ന് കേട്ടാൽ തോന്നാം, പക്ഷേ സംഗതി സത്യമാണ്. അടൂർ സ്വദേശിനി 37-കാരിക്കാണ് അത്യപൂർവമായ പല്ലുണ്ടായത്. പക്ഷേ ഇത് പല്ലാണെന്ന് തിരിച്ചറിഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. 4 വർഷമായി അവർ വിവിധ ആശുപത്രികളിൽ അജ്ഞാത രോഗത്തിന് ചികിത്സയിലായിരുന്നു. എവിടെയും രോഗം കണ്ടെത്തിയില്ല. ഒടുവിൽ അടൂർ ജനറൽ ആശുപത്രിയിലെത്തി. നമുക്ക് ഒ പിയിൽ വന്നത് മൂക്കിനകത്തുനിന്ന് സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ള കംപ്ലൈൻറ്റുമായിട്ടാണ്. അതൊരു 4 വർഷമായിട്ട് പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു സിംറ്റം ആയിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഇടയ്ക്കിടയ്ക്ക് ഈ സ്മെല്ല് വരുന്ന കണ്ടീഷൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. CT സ്കാനും എൻഡോസ്കോപ്പിയും ചെയ്തു. ഉള്ളിലൊളിച്ച വളർച്ച അങ്ങനെയാണ് പുറത്തായത്. ഒടുവിൽ ശസ്ത്രക്രിയ തീരുമാനിച്ചു. എൻഡോസ്കോപ്പി സർജറിയിലൂടെ പുറത്തെടുത്തത് 1 സെന്റിമീറ്റർ നീളമുള്ള നല്ല വെളുത്ത പല്ല്. പല്ല് ആ തുടക്കത്തിലുള്ള ഭാഗം കുറച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സ്മെല്ല് ശരിക്കും പേഷ്യന് ഇത്രയും നാളും ആ സ്മെല്ലിൻ്റെ ഒരു റീസൺ അതായിരുന്നു ശരിക്കും. പിന്നീട് ആ പല്ല് ശരിക്കും താഴോട്ട് ഡിസെക്റ്റ് ചെയ്തിട്ട് ആ പല്ലിൻ്റെ കംപ്ലീറ്റ് പല്ലും റിമൂവ് ചെയ്യുകയുണ്ടായത്. 1 മണിക്കൂർ സമയം കൊണ്ട് ശസ്ത്രക്രിയ പൂർത്തിയായി. മൂക്കിൽ കിളിർത്ത പല്ല് കണ്ട് യുവതിയും ശരിക്കും കൗതുകം പൂണ്ടു അത്രേ. വായിൽ താഴേക്കോ വശങ്ങളിലേക്കോ പല്ലുകൾ വളരുന്നത് സാധാരണമാണ്. എന്നാൽ 37-കാരിക്ക് മുകളിലേക്കാണ് പല്ല് കിളിർത്തത്. അപൂർവ ശസ്ത്രക്രിയയുടെ വിവരങ്ങൾ തേടി യുവതിയെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ മൂക്കിൽ പല്ല് കിളിർത്ത വിഷയത്തിൽ പരസ്യപ്രതികരണത്തോട് അവർ അകലം പാലിക്കുകയാണുണ്ടായത്. എക്ടോപിക് ടൂത്ത് അഥവാ സൂപ്പർ ന്യൂമറി ടൂത്ത് തികച്ചും അപൂർവമായ ഒരു കേസാണ് അടൂർ ജനറൽ ആശുപത്രിയിൽ അതിവിദഗ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സമാന രീതിയിൽ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 2 വർഷങ്ങൾക്ക് മുൻപ് ന്യൂയോർക്കിലാണെന്നാണ് അറിവ്. സിക്കി അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. അഭിലാലുണ്ട്. ഗുഡ് മോർണിംഗ് അഭിലാൽ. ഏതായാലും ഈ മൂക്കി പല്ല് വരിക എന്നൊക്കെ പറയുന്ന സാധാരണ ഒരു പ്രായം കഴിഞ്ഞിട്ടും നമ്മളിപ്പോൾ വിവാഹിതരാവാതിരിക്കുക, ഒരു ജോലി കിട്ടാതിരിക്കുക, പ്രത്യേകിച്ച് ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊന്നും നടത്തിയെടുക്കാതിരിക്കുക, ആ ഘട്ടത്തിൽ മുതിർന്നവർ പറയുന്ന ഒരു ഡയലോഗാണ്, മൂക്കി പല്ല് വന്നില്ലേടേ ഇനിയും ഇതൊക്കെ ചെയ്തൂടെ എന്ന്. പക്ഷേ ഇത് ഇത്തിരി അതിശയകരമായിപ്പോയി. ഈ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്തതിനെ തുടർന്ന് അനന്തമായി കല്യാണം നീണ്ടുപോകുന്ന നാട്ടുമ്പുറത്തെ ചെറുപ്പക്കാരെയൊക്കെ കണ്ട് പ്രായമുള്ള ആളുകൾ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. ഇനി എന്നാണ് മൂക്കിന്ന് പല്ല് മുളച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ കേൾക്കുമ്പോഴാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരിട്ട് ശ്രദ്ധയിൽ വരികയോ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായതായോ ഒന്നും അറിവിലില്ലായിരുന്നതായിരുന്നു. വൈദ്യശാസ്ത്രം തന്നെ പറയുന്നത് തീർത്തും അപൂർവമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അടൂർ സ്വദേശിനി 37-കാരി കഴിഞ്ഞ 4 വർഷമായി അജ്ഞാത രോഗത്തിനായിരുന്നു ചികിത്സ തേടിക്കൊണ്ടിരുന്നത്. അവരുടെ ഇടതുവശത്തെ മൂക്കിൻ്റെ ഭാഗത്തുനിന്നും ദുർഗന്ധം വമിക്കുന്നതിനെ തുടർന്നാണ് അവർ ചികിത്സ തേടിയത്. പലയിടത്ത് പോയിട്ടും ഫലഭേദം ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ജനറൽ ആശുപത്രിയിൽ ഒ പിയിൽ ENT സർജനെ കാണുകയാണ് ഉണ്ടായത്. എൻഡോസ്കോപ്പിയിലൂടെയാണ് മൂക്കിൽ വളരുന്നത് പല്ലാണ് എന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് എൻഡോസ്കോപ്പി സർജറിയിലൂടെ അത് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. 1 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ പൂർത്തിയാകുമ്പോൾ ഏറെക്കുറെ 1 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള നല്ല വെളുത്ത പല്ലാണ് പുറത്തെത്തിച്ചത്. അത് വിദഗ്ധ പരിശോധനയ്ക്കായി പിന്നീട് അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ പല്ല് കിളിർത്ത വിഷയത്തിൽ ഒരു വിശദമായ പഠനത്തിന് ആരോഗ്യവകുപ്പ് തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ 37-കാരിയെ അവരിൽ നിന്നൊരു പ്രതികരണം ലഭിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു. പക്ഷേ മൂക്കിൽ പല്ല് കിളിച്ച വിഷയം എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത് പരസ്യ പ്രതികരണത്തിനോട് അവർക്ക് ഒട്ടും താല്പര്യമില്ല. എന്തായാലും ഒരു സർക്കാർ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ, അതും അപൂർവമായ ഒരു സാഹചര്യത്തിലൂടെ ഇത് സാധ്യമാക്കി അത് വിജയത്തിലേക്ക് എത്തിച്ചതിന് അവർക്ക് തീർച്ചയായും അഭിനന്ദിക്കാൻ ഏറെയുണ്ട്. തീർച്ചയായും അത് അഭിനന്ദിച്ചേ പറ്റൂ. ഞാനും അത് തന്നെ ആലോചിക്കുകയായിരുന്നു. ഒരു സർക്കാർ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു സർജറി നടത്തിയ ആ സർജറിക്ക് നേതൃത്വം വഹിച്ച ഡോക്ടർക്കും ആശുപത്രിയിലെ മറ്റ് ജീവനക്കാർക്കും എല്ലാം അഭിനന്ദനം കൂടി ഈ സന്ദർഭത്തിൽ പറയുകയാണ്.